എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. മനോഹറും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. രാഹുൽ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് രാഹുലും മനോഹറും കൂടെ കല്യാണ ഓട്ടോടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ തന്നെ രാഹുലിനെ കണ്ടപ്പം ശിവദാസമേനോൻ ചോദിച്ചു, അല്ല ഇവനെ നിനക്ക് എന്നത്തെ പരിചയം ഉണ്ടായിരുന്നു ചോദിക്കുകയാണ്. ഇത് കേട്ട പറഞ്ഞു, പിന്നെ അല്ല മനുവിനെ എനിക്കറിയാലോ, മനു ആണ് നിങ്ങളുടെ മോളെ വിവാഹം കഴിക്കുന്ന കാര്യം ഞാൻ പിന്നീടല്ലേ മനസ്സിലാക്കിയെന്ന് പറയാ. ഇത് കേട്ടോ ശിവദാസമേനോനും ഭാര്യയും മൊഹാമോഹം നോക്കുക. മനു എന്നുള്ള പേര് കിട്ടിയതും കാരണം മനു എന്നുള്ള പേരല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, രോഹൻ എന്നുള്ള പേരല്ലേ. പെട്ടെന്നാണ് അബദ്ധം മനസ്സിലായത് രാഹുലിന്. ഇവര് പരസ്പരം നോക്കുന്നുണ്ടപ്പോ ഈ മനു ആരാന്ന് ചോദിക്കുകയാണ്. അയ്യോ അല്ല, അത് പിന്നെ ഞാൻ ഇവനെ കുഞ്ഞുനാളും മുതല് മനു എന്നാ വിളിച്ചോണ്ടിരിക്കുന്നത്, അതുകൊണ്ടാ പെട്ടെന്ന് ഇവന്റെ കുഞ്ഞുനാളിലെ പേര് അങ്ങനെയായിരുന്നു, വിളിപ്പേര് അങ്ങനെയാന്ന് പറയാം. ഇവന്റെ പേര് അതുകൊണ്ട് ഞാൻ ശരിക്കും ഉപയോഗിക്കാറുമില്ല, എപ്പോഴും ഞാൻ മനു എന്നാ വിളിക്കാറുള്ളത്. ഓ അങ്ങനെ, അപ്പോഴാണ് ശരിക്കും ശ്വാസം നേരെ വീണേ. ഈ സമയത്താണ് മനോഹറിന് ശരിക്കും ശ്വാസം വീണേ. ദൈവമേ, പഠിക്കെ കൊണ്ട് കല ഉടച്ചൊരു അവസ്ഥയായി പോയായിരുന്നു. ഇത്ര സമയം ആകെപ്പാട് ഞെട്ടിത്തെറിച്ചിരിക്കുക. ഇവിടെ വന്നിട്ട് തന്റെ അമ്മായച്ചനെല്ലാം കാര്യങ്ങളും കുളവാക്കിയോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പിന്നീടാണ് ശ്വാസം ഒന്ന് നേരെ വീണേ. എന്നാ കയറി വാ എന്ന് പറഞ്ഞ അകത്തേക്ക് അനയിക്കുക. അല്ല ഇവനുമായിട്ട് എങ്ങനെ പരിചയം എന്ന് ചോദിക്കുക. അതോ എന്റെ കൂട്ടുകാരന്റെ മോനാണ്, നല്ല മിടുക്കം പയ്യനാന്ന് പറയാണ് ശിവദാസിനോട്. അതുകൊണ്ട് കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് വരാൻ പറ്റില്ലല്ലോ, അപ്പൊ ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണമെന്ന്. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കൈ പിടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ ഇവന്റെ കൂടെ ഇങ്ങോട്ട് വന്നേ. പക്ഷെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ നിങ്ങളുടെ മോളെ അവൻ വിവാഹം കഴിക്കാൻ പോണേന്ന്. പിന്നെ ഇത് കേട്ടപ്പോൾ നിഷയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അതെ, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു പയ്യനെ ഞങ്ങളുടെ മോൾക്ക് കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയായിട്ടാ ഞങ്ങൾ കരുതുന്നത്. ഒന്നുമല്ലല്ലോ അമേരിക്കയിലല്ലേ, കല്യാണത്തിന് ശേഷം ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഈ സമയത്ത് മനോഹറിനെ വിളിച്ച് അതിന്റെ ഫ്രണ്ട്സ് അങ്ങോട്ട് പോവാണ്. അപ്പം രാഹുലിന് ശരിയാ അമേരിക്കയ്ക്ക് പോവാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ, അതും കല്യാണത്തിന് ശേഷം നിങ്ങൾ ഫാമിലിയായിട്ടായിരിക്കും പോകുന്നല്ലേന്ന് ചോദിക്കാം. അതേന്നോ, ഞങ്ങൾ ഫാമിലിയായിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കണേ. പിന്നെ മോന് ഞങ്ങളെ കൊണ്ടാന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. മോളെ ഭയങ്കര സ്നേഹമാന്നേ, മോളെ കാണുമ്പോൾ വിളിക്കുന്നത് കേട്ടാണ് നമുക്ക് തന്നെ അനുഭവം തോന്നിപ്പോന്ന് പറയണേ. ഈ സമയത്ത് രാഹുൽ മനസ്സിൽ പറയാ, അതെ മരുമോന്റെ സ്നേഹം ഇനി നിങ്ങൾ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ. ഞാൻ ഇത്രയും കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുവല്ലേ, ഇനി നിങ്ങൾ അനുഭവിക്കുക. ഇത്രയും കാലം എന്റെ തലയിലായിരുന്നു ആ കുരിശ്, ഞാൻ ചുമന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഇനിയിപ്പൊ നിങ്ങൾ അങ്ങോട്ട് ചുമക്ക്. എന്റെ മോൾ ഇങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് പോവാണെങ്കിൽ സമാധാനമായി. എത്രയും പെട്ടെന്ന് തടസ്സങ്ങളൊന്നും ഇല്ലാതെ വിവാഹം നടന്നാൽ മതിയായിരുന്നു. ഈ സമയത്ത് ശിവദാസമ്മേനോട് പറഞ്ഞല്ല, അവൻ രോഹന്റെ ഈ മാമനെന്തോ മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട്. അതെ ഒരു മാമൻ മരിച്ചു പോയിരുന്നു, അതുകൊണ്ടാണ് കല്യാണം പിന്നെ വിപുലമായ രീതിയിലൊന്നും വേണ്ടെന്ന് വിചാരിച്ച് ചെറിയ തോതിൽ നടത്താന്ന്. പക്ഷേങ്കില് ഇവന്റെ വീട്ടുകാർക്കെല്ലാം വലിയ രീതിയിൽ തന്നെ കല്യാണം നടത്തണമെന്നായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അപ്രതീക്ഷിതമായിട്ടല്ലേ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഈ സമയം ശിവദാസമ്മേനോൻ പറഞ്ഞു, മനുഷ്യന്റെ കാര്യല്ലേ, എപ്പോഴാ എന്താ സംഭവിക്കൊന്നും പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ഓർത്ത് ഇനിയിപ്പോ സങ്കടപ്പെടണ്ട. പിന്നെ ഇവൾക്ക് നല്ല വിഷമമുണ്ട്, കാരണം മോളുടെ കല്യാണം നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കണമെന്നായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഇനിയിപ്പോ വിവാഹം ഉറപ്പിച്ചല്ലേ, അത് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടാണെങ്കിലും എത്രയും പെട്ടെന്ന് ആ ചടങ്ങായിട്ട് അതും കൂടെ നടത്തിയേക്കാന്ന്. പിന്നെ റിസപ്ഷൻ ഗംഭീരമായിട്ട് നടത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയാം. ശരി, അന്നെങ്കിൽ മുഹൂർത്തം എടുക്കാറേ, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അവരും കൂടെ കയറി പോവാണ്. ഈ സമയം രാഹുലും മനസ്സിൽ പറഞ്ഞു, എന്നാലും നീ ഒരു വീരൻ തന്നെയാടാ, വെറും വീരനല്ല കല്യാണ വീരൻ തന്നെ. കാരണം എത്രമാത്രം കള്ളത്തരങ്ങളാ ഇവരോട് പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്നത്. അല്ല ഇവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, താനും തന്റെ മോളും ഇവന്റെ വലയിൽ കുടുങ്ങിയതല്ലേ. എത്രയോ പെൺകുട്ടികൾ അങ്ങനെ വീണിരിക്കുന്നു. ഇവനിനി എത്ര എണ്ണത്തെ വല വീശി പിടിക്കാനിരിക്കുന്നു. എന്റെ ഭഗവാനെ, ഇതോടുകൂടി ഇവന്റെ കാര്യത്തിൽ തീരുമാനം ആയാൽ മതിയായിരുന്നു. ഇവനിനി ഒരു പെൺകുട്ടികളുടെയും പുറകെ പോകാതിരുന്നാൽ മതിയായിരുന്നു. തന്റെ മോള് രക്ഷപ്പെടും ഈ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ. പക്ഷെ വേറൊരു പെൺകുട്ടി അപ്പം ചതിയിലേക്ക് വീഴുക, രക്ഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇനിയിപ്പൊ നാളെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവദാസമേനോ മിക്കവാറും തന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറി വരും. തന്റെ അവസ്ഥ ഇതാന്ന് അറിഞ്ഞാൽ പിന്നെ അയാൾക്ക് വല്ലതും പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഓർത്ത് രാഹുൽ നിൽക്കുകയാണ്. ഈ സമയം മനോഹർ അകത്തേക്ക് കയറി ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം നിഷ അവിടെ ഉണ്ടായിരുന്നു. നിഷയുടെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേനും കൂട്ടുകാരികളൊക്കെ പെട്ടെന്ന് കൂടെ മാറിപ്പോവാ. നിഷേനെ കണ്ടിട്ട് പറഞ്ഞു, ഓ മോള് സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറയണം. പിന്നെ ഒന്ന് പോവും രോഹതേടെന്ന് പറയണ. സത്യമായിട്ടും നല്ല ഭംഗിയുണ്ട്, പതിവിലും വിപരീതമായിട്ട്. ഒരുപക്ഷെ കല്യാണം ആയതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാം. എന്ന് പറഞ്ഞ് നിൽക്കുക. അല്ല മോളുടെ മുഖത്തെന്താ ഒരു സങ്കടഭാവം ഉണ്ടല്ലോ എന്ന് പറയണം. ഒന്നുമില്ലാന്ന് പറയണേ. എന്താ? അല്ല എനിക്ക് നല്ല പേടിയുണ്ട്, എന്റെ ചേച്ചി എങ്ങാനും വരുമെന്ന്. അതോർത്തിട്ടാണോ? വരുവാണ് വരട്ടെ, മോൾ അതോർത്ത് എന്തിനാ ടെൻഷൻ അടിക്കണേ? എന്നാലും വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം മനുവന്റെ അല്ല രോഹതന്റെ വീട്ടുകാർക്കൊക്കെ അറിയത്തില്ലോ ഇതിനെക്കുറിച്ചൊക്കെ, ഇനി അവരൊക്കെ അറിയത്തില്ലേന്ന് ചോദിക്കേ. അങ്ങനെയൊന്നും വരാൻ വഴിയില്ല, നമ്മൾ ചെറിയ ചടങ്ങായിട്ടല്ലേ വെക്കുന്നേ. പിന്നെ അതോർത്ത് ഇനി മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ.
മോള് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. ഈ സമയത്ത് രാഹുലാണെങ്കിൽ ആകപ്പാ ടെൻഷൻ അടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുക. അങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. കല്യാണിയും മേഘനയും കൂടെ ഇറങ്ങി വരുന്നേ. പെട്ടെന്ന് അപകടമാണ്. ദൈവമേ, കല്യാണി വരുന്നു. അവളുടെ കൂടെയുള്ളതോ ചേച്ചിയായിരിക്കും. ദൈവമേ, ഇനിയിപ്പോ എന്തു ചെയ്യും? അവൻ പെട്ടത് തന്നെ ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ തൻ്റെ മോളുടെ ജീവിതം കൂടെ തകർന്നു പോന്നേ. ഈ കല്യാണം എങ്ങനെ നടന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പക്ഷേ അവൻ എൻ്റെ വിവാഹം നടന്നില്ലെങ്കിൽ തൻ്റെ സരുവിൻ്റെ ജീവിതം ഇനി അവൻ നശിപ്പിച്ചു കൊണ്ടേയിരിക്കുള്ളൂ. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തേ മതിയുള്ളൂ. രാഹുല് പെട്ടെന്ന് അങ്ങോട്ട് ഓടിക്കേറി ചെല്ലുവാണ്. ഈ സമയം നിഷേവായിട്ട് കത്തി വെച്ചുകൊണ്ടിരിക്കണമെന്ന് മനോഹർ. പെട്ടെന്ന് മനോഹറിനെ വിളിച്ചു. ഇങ്ങോട്ട് വരാൻ പറയണം. എന്താ എന്താ വിളിച്ചെന്ന് ചോദിക്കണം. എടാ, പ്രശ്നമുണ്ട്, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകണം. എന്താ എൻ്റെ അമ്മായിച്ച? അതെ, അവള് വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ആര്? ആ കല്യാണി വന്നിട്ടുണ്ട്. കല്യാണിയോ? അതെ, കല്യാണിന്റെ കൂടെ നീ നിഷയുടെ ചേച്ചിയാണെന്ന് അവളും ഉണ്ടെന്ന് പറയാം. രണ്ടുപേരും കൂടെ വരുന്നുണ്ടെന്ന് പറയാം. നീ എങ്ങോട്ടെങ്കിലും മാറിക്കോ, അല്ലെങ്കിൽ നീ മാത്രമല്ല ഞാനും കുടുങ്ങൂന്ന് പറയാം. ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എങ്ങോട്ട് മാറാനാന്ന് ചോദിക്കും. അതൊന്നും എനിക്കറിയത്തില്ല, നീ എങ്ങോട്ടെങ്കിലും മാറിയേ പറ്റുള്ളൂ എന്ന് പറയാം. മനോഹറിന് ഒരു ഐഡിയയും കിട്ടിയില്ല. ദൈവമേ, ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നേരെ നിഷയുടെ റൂമിലേക്കായിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിലോ? അത് മാത്രമല്ല, കല്യാണത്തിന്റെ സമയത്ത് തന്റെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. ഇനിയിപ്പോ മുഹൂർത്ത സമയമായി, എങ്ങനെയൊന്ന് രക്ഷപ്പെടാൻ പറ്റും? ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടിയില്ല. മുഹൂർത്തം എത്താറാവുകയും ചെയ്തു. പെട്ടെന്ന് മനോഹറിന് മനസ്സിലായ ഐഡിയ തോന്നി. മനോഹർ നേരെ നിഷയുടെ അടുത്തേക്ക് ചെല്ലുക. നിഷയുടെ അടുത്ത് ചെന്നപ്പോ എന്താ എന്താ രോഗത്തേടാന്ന് ചോദിക്കും. ഒന്നുമില്ല. പിന്നെ നിഷയോട് പറഞ്ഞു, അത് മുഹൂർത്തം ആവാറായില്ലേ, മോളുടെ ഒരുക്കം കഴിഞ്ഞാണെന്ന് ചോദിക്കും. അത് ഒരുക്കം കഴിഞ്ഞാന്ന് പറയും. അല്ല, ഇതെന്താ ഈ മുല്ലപ്പൂ ഇടിയിരിക്കുന്നത്? ഇത് ബാലൻസ് വന്നാണെന്ന് ചോദിക്കും. അത് രോഗത്തിന് ബാലൻസ് വന്ന ആണോ? അത് ഞാനേ എനിക്ക് മുല്ലപ്പൂ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയും. മുല്ലപ്പൂവോ? അല്ല, രോഗത്തേണ്ട എന്തിനാ മുല്ലപ്പൂ? അല്ല, അത് പിന്നെ ഞങ്ങളുടെ എവിടെയൊക്കെ നാട്ടിലേക്ക് ഒരു ചടങ്ങുണ്ട്. കല്യാണ ചെറുക്കനെ മുല്ലപ്പൂ ഒക്കെ ചൂടിക്കേണ്ട വരുന്നേന്ന്. മുല്ലപ്പൂ ചൂടിക്കൊണ്ട് വരാനാ? അതെ, അവരിങ്ങനെ തലപ്പാവൊക്കെ വെച്ച് അത്തേൽ ഇങ്ങനെ മുല്ലപ്പൂ ഒക്കെ വെച്ച് മുഖം മറച്ചാ ഇങ്ങനെ. ആരാ അവിടുത്തെ ഞങ്ങളുടെ നാട്ടിലൊരു സ്റ്റൈലാ. അപ്പൊ അത് ഇവിടെയും വേണമെന്ന്. ഞാൻ പക്ഷെ മുല്ലപ്പൂ അന്വേഷിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. ആ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നുപോയെന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയാം. ആഹാ, അത് കൊള്ളാലോ എന്ന് പറയണം. അതിനെന്താ, രോദേണ്ണ ഇത് എടുത്തോളാൻ പറയണം. പിന്നെ ആചാരമാണെങ്കിൽ അതിന് മുടക്കാൻ പറ്റില്ലല്ലോ. അവന് സമാധാനമായി. ഈ മുല്ലപ്പൂ വെച്ച് എങ്ങനെയും മുഖം ഒന്ന് മറയ്ക്കണം, എങ്കിൽ മാത്രം ഇനി മണ്ഡപത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റുള്ളൂ. തന്റെ മുഖം ഒരിക്കലും അവർ കാണല്ലേ. കണ്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി സത്യങ്ങളെല്ലാം വെളിച്ചത്താവും. തന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയുന്നൊരു ചിന്തയുണ്ടാകും. ഈ സമയത്ത് അങ്ങോട്ട് മേഘനയും കല്യാണിയും കയറി വരുവാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശിവദാസമേനൻ അങ്ങോട്ട് ചെന്നു. മേഘനെ ഒഴിവാക്കി വിടാൻ പറ്റില്ലല്ലോ. മേഘന പറഞ്ഞു, അച്ഛാ, ഞാൻ അവളെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. ഞാൻ അവളുടെ കല്യാണം അകലെ എന്തെങ്കിലും കണ്ടിട്ട് പൊക്കോളാം. അച്ഛനും വെറുതെ എന്നെ വഴക്ക് പറയില്ലെന്ന് പറയണം. ഇത് കേട്ടത് ശിവദാസമേനൻ കണ്ണറിഞ്ഞു. അല്ല മോളെ, എനിക്കറിയാം അച്ഛന്റെ വിഷമം എന്താന്ന്. ഒരു പക്ഷേങ്കിൽ അമ്മയും അവളും നിഷ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കില്ല എന്ന് പറയാം. കുഴപ്പമില്ല, ഞാൻ അകലെ എന്നാ കാണത്തുള്ളൂ. അച്ഛനറിയാലോ എനിക്ക് എത്രമാത്രം അവളെ ഇഷ്ടമാന്നുള്ളേ. ഇത് കേട്ട ശിവദാസമേനോട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് പോയിക്കോളാം അച്ഛാന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളോട് ഒന്ന് പോയി ചോദിക്കട്ടെ, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവളിന് പ്രശ്നം ഉണ്ടാക്കിയാലോ. ഇത് കേട്ടപ്പോൾ അവരവിടെ നിൽക്കുവാണ്. ഈ സമയത്ത് ശിവദാസമേനൻ അകത്തേക്ക് ചെന്നു. അകത്തേക്ക് എന്നിട്ട് പറഞ്ഞു, മോളെ നിന്റെ ചേച്ചി വന്നിട്ടുണ്ടെന്ന് പറയണം. ചേച്ചി? ഏത് ചേച്ചി? അല്ല മോളെ, മേഘന വന്നിട്ടുണ്ടെന്ന് പറയണം. മേഘനയോ? എനിക്ക് അങ്ങനെ ഒരു ചേച്ചിയില്ലെന്നറിയാലോ. അച്ഛൻ എന്ത് ധൈര്യത്തില ഇങ്ങനെ പറയണേ? അച്ഛനല്ലേ പറഞ്ഞത് അന്ന് വീട്ടിൽ നിന്ന് അവൾ ഒളിച്ചോടി പോയ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു മോളില്ലാന്ന്. ഓഹോ, എന്നിട്ട് ഇപ്പൊ അച്ഛൻ ഇപ്പൊ അവളെ മോളായിട്ട് അങ്ങ് അംഗീകരിച്ചല്ലേന്ന് ചോദിക്കാം. അല്ല മോളെ, എത്രയാന്ന് പറഞ്ഞാൽ നിന്റെ ചേച്ചിയല്ലേ? ചേച്ചിയാണ് പോലും. അവൾ ഈ കല്യാണത്തിന് വരില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ അവളെ കല്യാണം വിളിക്കണ്ടെന്ന്. അത് പിന്നെ മോളെ, ഞാൻ എല്ലാരും വിളിച്ചപ്പോ അവളെ ഒഴിവാക്കാൻ പറ്റില്ലോ. ഇപ്പൊ എനിക്കറിയാം അച്ഛൻ മനഃപൂർവ്വം അല്ലേ. ഇതെങ്ങാനും രോദേണ്ണ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അവരുടെ വീട്ടുകാരെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം പോലും മുടങ്ങും. കല്യാണം മുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാന്ന് പറയാം. ആകെപ്പാടെ സങ്കടത്തിലായിപ്പോയി ശിവദാസമ്മന്. അല്ല മോളെ, അവളൊന്ന് കണ്ടിട്ട് എനിക്ക് ആരും കാണണ്ട, എനിക്ക് ഇങ്ങനെ ഒരു ചേച്ചിയില്ലെന്ന് പറയാം. ശിവദാസമ്മേനെ ആകെപ്പാടെ സങ്കടമായിപ്പോയി. പിന്നീട് പുറത്തേക്ക് ഇറങ്ങുകയും ഒരു സങ്കടപ്പെട്ട് അച്ഛന്റെ മുഖം കണ്ടപ്പോൾ തന്നെ മേഘനയ്ക്ക് മനസ്സിലായി അനിയത്തി കാണാൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അത് മോളെ, അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. മോളൊരു കാര്യം ചെയ്യുക, അവൾ മാറി നിൽക്കുക. അവൾ ഒരുങ്ങി വരട്ടെ, കല്യാണം നടക്കുമ്പോൾ മോൾക്ക് കാണാം. അതേ സദ്യ കഴിച്ചിട്ട് പോകാവളെന്ന് പറയാം. മേഘനയ്ക്കും കല്യാണിക്കും മനസ്സിലായി നിഷ കാണാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷേങ്കിൽ അത് പുറത്ത് പറയാനായിട്ടൊരു മടി. മേഘനയുടെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ടാണ് ശിവദാസമേനൻ അത് മറച്ചു വെച്ചെന്നുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുകയാണ്. ഈ സമയത്ത് തന്റെ ഫ്രണ്ടായ സണ്ണിലേയും വിളിച്ചുകൊണ്ട് പോയിട്ട് മനോഹർ പറഞ്ഞു, എടാ ആകെപ്പാടെ പെട്ടിരിക്കുവാന്ന് പറയണേ. കാര്യം എന്താ? പിന്നീട് ആ കാര്യങ്ങളൊക്കെ പറയാണ്. കല്യാണിയൊക്കെ വന്ന കാര്യം എല്ലാം കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുക അളിയാ? അതിനൊരു മാർഗം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യുക, പെട്ടെന്ന് തന്നെ അങ്ങനെയൊന്ന് ഒരുക്കാൻ പറയാണ്.
പിന്നീട് സനലിനോട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സനൽ പറഞ്ഞ ഐഡിയ കൊള്ളാം, പക്ഷേങ്കിൽ എങ്ങാനും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീരുമെന്ന് പറയാം. നീ പേടിക്കാതിരിക്കുക, ഇപ്പൊ എനിക്കും കൂടെ ഒളിച്ചോടാനും പറ്റുന്ന ഒരു അവസ്ഥയല്ല, അറിയാലോ മുഹൂർത്തങ്ങ് എത്താറായെന്ന് പറയാം. അങ്ങനെ ആകപ്പാടെ ഒരു പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് മനോഹർ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.